ഓം ശാന്തി. അവ്യക്ത മുരളി. ബാബ ഉച്ചരിച്ച തീയതി 6/12/1987. റിവിഷൻ ഡേറ്റ് 4/4/2021. മുരളിയുടെ ഹെഡിങ്: സിദ്ധിക്ക് ആധാരം ശ്രേഷ്ഠ വൃത്തി മനോഭാവം. സിദ്ധിക്ക് ആധാരം ശ്രേഷ്ഠ മനോഭാവം. ഇന്ന് ബാബ്ദാദ നാനാഭാഗത്തുമുള്ള ഹോളി ഹംസങ്ങളുടെ സഭ കാണുകയായിരുന്നു. ഓരോരുത്തരും ഹോളി ഹംസങ്ങൾ തൻ്റെ ശ്രേഷ്ഠ സ്ഥിതിയുടെ ആസനത്തിൽ സ്ഥിതി ചെയ്തിരിക്കുകയാണ്. എല്ലാ ആസനധാരി ഹോളി ഹംസങ്ങളുടെ സഭ മുഴുവൻ കൽപ്പത്തിലും അലൗകികമാണ്, വ്യത്യസ്തവുമാണ്. ഓരോ ഹോളി ഹംസവും തൻ്റെ വിശേഷതകളിലൂടെ വളരെ സുന്ദരമായി അലങ്കരിച്ചിരിക്കുകയാണ്. വിശേഷതയാണ് ശ്രേഷ്ഠ അലങ്കാരം. അലങ്കരിച്ച ഹോളി ഹംസങ്ങൾ എത്ര പ്രിയമാണെന്നറിയാമോ? ബാബ്ദാദ ഓരോരുത്തരുടെയും വിശേഷതകളുടെ അലങ്കാരം കണ്ട് ഹർഷിതനാകുകയാണ്. എല്ലാവരും അലങ്കരിച്ചിട്ടുണ്ട്. കാരണം ബാബ്ദാദ ബ്രാഹ്മണ ജന്മം തന്ന ഉടനെ കുട്ടിക്കാലത്ത് തന്നെ വിശേഷ ആത്മാഭവ എന്ന വരദാനം തന്നിട്ടുണ്ട്. നമ്പർ 6 ആണെങ്കിലും ലാസ്റ്റ് നമ്പറിലുള്ള ആത്മാവും വിശേഷ ആത്മാവാണ്. ബ്രാഹ്മണ ജീവിതത്തിൽ വരിക അർത്ഥം വിശേഷ ആത്മാവിന്റെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു. ബ്രാഹ്മണ പരിവാരത്തിൽ ലാസ്റ്റ് നമ്പർ ആണെങ്കിലും വിശ്വത്തിലെ അനേക ആത്മാക്കളിൽ വിശേഷപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് കോടിയിൽ ചിലർ, അതിലും ചിലർ എന്ന് സഹസ്രാണാം സഹസ്രേഷു എന്ന് പാടപ്പെട്ടിരിക്കുന്നത്. ബ്രാഹ്മണരുടെ സഭ അർത്ഥം വിശേഷ ആത്മാക്കളുടെ സഭ. ഇന്ന് ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശേഷതകളുടെ അലങ്കാരം. ബാബ എല്ലാവർക്കും ഒരേപോലെയാണ് തന്നിരിക്കുന്നത്, അലങ്കരിച്ചിരിക്കുന്നത്. പക്ഷേ ചിലർ ആ അലങ്കാരം ധാരണ ചെയ്ത് സമയമനുസരിച്ച് കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചിലരാണെങ്കിലോ ധാരണ ചെയ്യുന്നില്ല. സമയമനുസരിച്ച് കാര്യത്തിൽ കൊണ്ടുവരാനും സാധിക്കുന്നില്ല. ധാരണ ചെയ്യാത്തത് കൊണ്ട് സമയാസമയം ഈ അലങ്കാരങ്ങൾ, ജ്ഞാനത്തിന്റെ പോയിന്റുകൾ കാര്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, ധാരണ ചെയ്യാത്തത് കൊണ്ട്. എങ്ങനെ റോയൽ ഫാമിലിയിലുള്ളവര് അലങ്കരിക്കുമല്ലോ, ഒരുങ്ങില്ലേ? അപ്പോ എത്ര ഭംഗിയാണെന്നറിയാമോ അവരെ കാണാൻ? സമയമനുസരിച്ച് അവ ഒരുങ്ങും. എന്നുവെച്ചാല് എവിടെ പോണോ അതിനനുസരിച്ച് അവര് ഒരുങ്ങും. ഇതിനെയാണ് പറയുക നോളജ്ഫുൾ എന്ന്. ഇന്നത്തെ കാലത്ത് അലങ്കാരം വ്യത്യസ്തമായിട്ടുള്ള സെറ്റായിട്ടാണ് വെക്കുന്നത്. ബാബ്ദാദ അനേക വിശേഷതകളുടെ, അനേക ശ്രേഷ്ഠ ഗുണങ്ങളുടെ വെറൈറ്റി അലങ്കാര സെറ്റുകൾ തന്നിട്ടുണ്ട്. എത്ര തന്നെ അമൂല്യമായ അലങ്കാരമായിക്കോട്ടെ, സമയമനുസരിച്ച് അത് ഇല്ല എങ്കിൽ, ധരിച്ചില്ല എങ്കിൽ എന്താണ് തോന്നുക? വിശേഷതകളുടെ, ഗുണങ്ങളുടെ, ശക്തികളുടെ, ജ്ഞാന രത്നങ്ങളുടെ അനേക ശൃംഗാരങ്ങൾ ബാബ എല്ലാവർക്കും തന്നിട്ടുണ്ട്. പക്ഷേ സമയമനുസരിച്ച് കാര്യത്തിൽ കൊണ്ടുവരുന്നതിലാണ് നമ്പർ 1 ആകുന്നത്. ഇതെല്ലാം അലങ്കാരമാണ്. പക്ഷേ ഓരോരുത്തരുടെയും വിശേഷതകൾ അഥവാ ഗുണങ്ങൾ, എല്ലാ അലങ്കാരമുണ്ട്, പക്ഷെ ഓരോന്നിന്റെയും വിശേഷതകൾ അഥവാ ഗുണങ്ങളുടെ മഹത്വം സമയവുമായി ബന്ധപ്പെട്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പം റോയൽ ഫാമിലി എന്ന് ബാബ പറഞ്ഞു.
എവിടെ പോന്നോ അതിനനുസരിച്ചായിരിക്കും അവരെ ഒരുങ്ങുക. ഒരു നല്ലൊരു വിശേഷത്തിന് പോവാണ്, വിശേഷ കാര്യം, അതായത് ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു പാലുകാശിനോ ഒക്കെ പോകുമ്പോ എങ്ങനെ പോകും? ഒരു വിവാഹത്തിനൊക്കെ പോകുമ്പോൾ ശരിക്കും നല്ലപോലെ ഒരുങ്ങിയിട്ട് പോകും അല്ലേ? ഒരു വീട് പാലുകാശിനാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരുക്കമായിരിക്കും. ഒരു മരണത്തിനാണെങ്കിലോ അതിനനുസരിച്ച്. ചുമ്മാ ഒരു വീട്ടിലൊരു രോഗിയെ കാണാൻ പോവുകയാണെങ്കിൽ, ഒരു ആശുപത്രി പോവുകയാണെങ്കിൽ അതിനനുസരിച്ചാണ് അല്ലേ? ബാബയും തന്നെ വിശേഷമായ നിറയെ അലങ്കാരങ്ങൾ വ്യത്യസ്തമായത് തന്നിട്ടുണ്ട്. പക്ഷെ കുട്ടികൾ അത് ധരിക്കുന്നില്ല. അതുകൊണ്ട് സമയത്തിന് അത് പ്രയോജനപ്പെടുന്നില്ല. സമയത്തിന് കൊണ്ടുവന്നാലല്ലേ അതിന് മഹത്വമുള്ളൂ അല്ലേ? എല്ലാം ഉണ്ട്, പക്ഷെ സമയത്തിന് അത് കൊടുക്കുന്നില്ല, ധരിക്കുന്നില്ല എങ്കിൽ അതിന് മഹത്വം ഇല്ല. ഉണ്ടായിട്ടും സമയമനുസരിച്ച് കാര്യത്തിൽ കൊണ്ടുവന്നില്ല എങ്കിൽ അമൂല്യമാണെങ്കിലും അതിന് മൂല്യമൊന്നും ഇല്ല. ഏത് സമയത്ത് ഏത് വിശേഷത ധാരണ ചെയ്യണമോ, ഏത് കാര്യമാണോ ആ വിശേഷതയ്ക്കാണ് മൂല്യം ഉള്ളത്. എങ്ങനെ? ഹംസം കല്ലും മുത്തും തിരിച്ചറിഞ്ഞ് വെവ്വേറെയാക്കി മുത്തിനെ മാത്രം സ്വീകരിക്കുന്നുണ്ട്, കല്ലിനെ ഉപേക്ഷിക്കുന്നുണ്ട്, രത്നങ്ങളും മുത്തുകളും ധാരണ ചെയ്യുന്നുണ്ട്. അതേപോലെ ഹോളി ഹംസം അർത്ഥം സമയമനുസരിച്ച് വിശേഷതകൾ അഥവാ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് സമയമനുസരിച്ച് ഉപയോഗിക്കണം. ഇതിനെയാണ് പറയുക തിരിച്ചറിയാനുള്ള ശക്തി, നിർണയിക്കാനുള്ള ശക്തി ഉള്ള ഹോളി ഹംസങ്ങൾ. തിരിച്ചറിയുക, നിർണയിക്കുക, ഈ രണ്ട് ശക്തികളും മുന്നിൽ നിൽക്കണം. ഈ രണ്ട് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ രണ്ട് ശക്തിയും ഉണ്ടെങ്കിൽ ഈ രണ്ട് ശക്തികളും ധാരണ ചെയ്യണം. എങ്കിലേ സമയമനുസരിച്ച് ആ വിശേഷതകളെ കാര്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. തിരിച്ചറിയുക, തീരുമാനിക്കുക, ഇത് രണ്ടും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വിശേഷതകൾ സമയമനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാം. ഓരോ ഹോളി ഹംസവും ഈ രണ്ട് ശക്തികളെ ചെക്ക് ചെയ്യൂ. ഏത് രണ്ട് ശക്തികളാ? തിരിച്ചറിയാനുള്ള ശക്തിയും തീരുമാനിക്കാനുള്ള ശക്തിയും. ഈ രണ്ട് ശക്തികളും സമയം വരുമ്പോൾ എന്നെ ചതിക്കുന്നില്ലല്ലോ. സമയം കഴിഞ്ഞ ശേഷം തിരിച്ചറിഞ്ഞു, നിർണയിച്ചു, പക്ഷേ സമയം കഴിഞ്ഞില്ലേ? അപ്പോ ആരാണോ നമ്പർ 1 ഹോളി ഹംസം, അവർക്ക് ഈ രണ്ട് ശക്തികളും സദാ സമയത്തിന് കാര്യം പ്രയോജനപ്പെടും. ഹോളി ഹംസമായിട്ടുള്ളവർക്ക് ഈ രണ്ട് ശക്തികളും സമയത്തിന് പ്രയോജനപ്പെടും. സമയം കഴിഞ്ഞിട്ടാണ് ശക്തികൾ കാര്യത്തിൽ വരുന്നത് എങ്കിൽ സെക്കൻഡ് നമ്പറിലാണ് വരുന്നത്. തേർഡ് നമ്പറിന്റെ വിഷയമേ ഇവിടെ ഇല്ല. ബാബ അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. സമയം അനുസരിച്ച് ഹംസത്തിന്റെ കാര്യം और समय पर वही हंस कार्य कर सकता है जिसकी सदा बुद्धि पवित्र है. സമയം അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ബുദ്ധി പവിത്രമായിരിക്കണം. ആരുടെ ബുദ്ധിയാണോ സദാ പവിത്രം, അവരുടെ ബുദ്ധി സമയം അനുസരിച്ച് പ്രവർത്തിക്കും. ഹോളിയുടെ അർത്ഥം പറഞ്ഞല്ലോ. ഹോളി അർത്ഥം പവിത്രം. ഹിന്ദിയിൽ ഹോലി അർത്ഥം കഴിഞ്ഞത് കഴിഞ്ഞു. ആരുടെ ബുദ്ധിയാണോ ഹോളി അർത്ഥം സ്വച്ഛ്, അവർ സദാ സെക്കൻഡ് പരിസ്ഥിതി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ അഭ്യാസമുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിയുള്ളവർ സദാ ഹോളി അർത്ഥം ആത്മീയ നിറം കൊണ്ട് സ്വയത്തെ നിറച്ചവരായിരിക്കും. സദാ ബാബയുടെ സംഘത്തിൽ ആ ബാബയുടെ ഗുണങ്ങളും ശക്തികളും നിറച്ചവരായിരിക്കും. ഒരേ ഒരു ഹോളി എന്ന വാക്കിന് 3 രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. അതിലൂടെ ഈ 3 അർത്ഥം, ഈ തീനോ ഹി അർത്ഥ കി വിശേഷത ഹേ. ഹോളി എന്ന വാക്കിന് 3 അർത്ഥമുണ്ട്. ഇതിന് വിശേഷതയുണ്ട്. ഈ 3 അർത്ഥത്തിനും വിശേഷതയുണ്ട്. അർത്ഥം, ഏത് ഹംസത്തിന് ഈ വിധി അറിയുന്നു അവർ സദാ സമയം സിദ്ധി പ്രാപ്തമാക്കും. ഹോളി അർത്ഥം പവിത്രം.
ഹോളി അർത്ഥം കഴിഞ്ഞത് കഴിഞ്ഞു. ഹോളി അർത്ഥം നിറം പൂശുക. ഒന്ന് പവിത്ര ബുദ്ധി, രണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്നെടുക്കും. മൂന്നാമത് ബാബയുടെ ഗുണങ്ങളും ശക്തികളും സ്വയത്തിൽ പൂശു. ഇന്ന് ബാബ്ദാദ ഹോളി ഹംസങ്ങളുടെ അർത്ഥം ഇന്ന് ബാബ്ദാദ ഹോളി ഹംസങ്ങളുടെ സഭയിൽ എല്ലാ ഹോളി ഹംസങ്ങളുടെയും വിശേഷതകളെ കാണുകയായിരുന്നു. സ്ഥൂല കാര്യം അഥവാ ആത്മീയ കാര്യത്തിലായിക്കോട്ടെ, പക്ഷേ ഇത് രണ്ടും സഫലതയ്ക്ക് ആധാരം. സ്ഥൂലത്തിലാണെങ്കിലും ആത്മീയതയിലാണെങ്കിലും സഫലതയ്ക്ക് ആധാരം തിരിച്ചറിയുക, നിർണയിക്കുക എന്ന ശക്തിയാണ്. ആരുടെ സമ്പർക്കത്തിൽ വന്നാലും അവരുടെ ഭാവം, അവരുടെ ഭാവന തിരിച്ചറിയാൻ കഴിയണം. തിരിച്ചറിഞ്ഞ ശേഷം യഥാർത്ഥ നിർണയം എടുത്തില്ല എങ്കിൽ ഈ രണ്ട് കാര്യത്തിലും സഫലത പ്രാപ്തമാകില്ല. അത് വ്യക്തിയായിക്കോട്ടെ, പരിസ്ഥിതി ആയിക്കോട്ടെ. കാരണം വ്യക്തിയുടെ സംബന്ധത്തിൽ വരേണ്ടതായിട്ടുണ്ടല്ലോ, പരിസ്ഥിതികളെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്പർ 1 ഹോളി ഹംസം അർത്ഥം രണ്ട് വിശേഷതകളാൽ സമ്പന്നമായിരിക്കണം. ഇതാണ് ഇന്നത്തെ ഈ സഭയുടെ വാർത്ത. ഈ സഭ അർത്ഥം മുന്നിൽ ഇരിക്കുന്നവർ മാത്രം അല്ല. ബാബ്ദാദയുടെ മുന്നിൽ നിങ്ങളുടെ ഒപ്പം നാനാഭാഗത്തുമുള്ള മക്കളും ഇമേർജ് ആയിട്ടുണ്ട്. പരിധിയില്ലാത്ത പരിവാരത്തിന്റെ ഇടയ്ക്ക് ബാബ്ദാദയുടെ മിലനം ആഘോഷിക്കുക അഥവാ പരിധിയില്ലാത്ത പരിവാരത്തിന്റെ ഇടയ്ക്ക് ബാബ്ദാദയുമായി മിലനം നടത്തുന്നു, ആത്മീയ സംഭാഷണം ചെയ്യുന്നു. ബ്രാഹ്മണ ആത്മാക്കൾ തന്റെ ഓർമ്മയുടെ ശക്തിയിലൂടെ സ്വയത്തെയും മധുബനിൽ ഹാജരാക്കണം. ബാബ്ദാദ വിശേഷ കാര്യം കാണുകയായിരുന്നു. അതായത് എല്ലാ ബ്രാഹ്മണ ആത്മാക്കളും തന്റെ ഓർമ്മയുടെ ശക്തിയിലൂടെ സ്വയം മധുബനിൽ ഹാജരാണ്. അല്ലെ, നമ്മളെല്ലാവരും ബാബ വരുമ്പോ മധുബനിലേക്കല്ലേ മനസ്സുകൊണ്ട് പോകുന്നത്. ബാബ്ദാദ വിശേഷമായ ഒരു കാര്യം കണ്ടത്, ഓരോ ബ്രാഹ്മണ മക്കളിലും ഈ വിധി की लाइन और सिद्धि की लाइन, ये दोनों रेखाएं कितना स्पष्ट है. വിധി സിദ്ധി ഈ രണ്ട് ലൈനും വളരെ സ്പഷ്ടമാണ്. ആരംഭം മുതൽ ഇതുവരെ എങ്ങനെയാണ് വിധി, ചില രീതി, വിധിയുടെ ഫലസ്വരൂപം സിദ്ധി എത്ര പ്രാപ്തമാക്കിയിട്ടുണ്ട്. ഈ രണ്ട് രേഖകളും എത്ര സ്പഷ്ടമാണ്, എത്ര ദീർഘമുള്ളതാണ്. വിധിയിലൂടെ സിദ്ധിയുടെ കണക്ക് യഥാർത്ഥ രൂപത്തിൽ എത്രമാത്രം ശേഖരിച്ചിട്ടുണ്ട്. വിധിക്ക് ആധാരം ശ്രേഷ്ഠ മനോഭാവമാണ്. അഥവാ ശ്രേഷ്ഠ മനോഭാവം ഉണ്ടെങ്കിൽ, ശ്രേഷ്ഠ മനോഭാവം ഉണ്ട് ഒന്ന്. രണ്ടാമത് യഥാർത്ഥമായ രീതിയും ഉണ്ട്. യഥാർത്ഥ രീതിയും ഉണ്ടെങ്കിൽ സിദ്ധി ശ്രേഷ്ഠം തന്നെയാണ്. അതിനാൽ വിധി സിദ്ധിയുടെ ഇടയ്ക്കുള്ളത് ബീജം എന്താണ്? വൃദ്ധി, അർത്ഥം മനോഭാവം. ശ്രേഷ്ഠ മനോഭാവം സദാ ആത്മ സഹോദരൻ എന്ന ആത്മീയ മനോഭാവം. ശ്രേഷ്ഠ മനോഭാവം ഏതാണ്? എല്ലാവരും ആത്മാക്കളാണ്, എന്റെ തന്നെ സഹോദരങ്ങളാണ് എന്ന മനോഭാവം. ഇതാണ് സൂക്ഷ്മ കാര്യം. നമുക്ക് ആത്മബോധം ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവരോ ആരോടെങ്കിലും സംസാരിച്ചല്ല അവരവരുടെ സഹോദര ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. എനിക്ക് ആ ഭാവം ഇല്ലെങ്കിൽ ആരെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ ഉടനെ അത് തെറ്റായിട്ട് കാണും. അങ്ങനെ കാണാനല്ലല്ലോ ബാബയുടെ കുട്ടി ആയത്, അങ്ങനെ ആകാനല്ലല്ലോ ബാബയുടെ കുട്ടി ആയത്, അങ്ങനെ ജീവിക്കാനല്ലല്ലോ ബാബയുടെ കുട്ടി ആയത്. ശ്രേഷ്ഠ മനോഭാവം ഏതാണ്? ആത്മാ ഭായി ഭായി, എന്റെ സഹോദര ആത്മാവാണ് എന്നതാണ്. അപ്പൊ നോക്കൂ, സിദ്ധിയുടെ ബീജം എന്താണ്? വൃദ്ധി, ശ്രേഷ്ഠ മനോഭാവം. ശ്രേഷ്ഠ മനോഭാവം സദാ ഭായിയുടെ ആത്മീയ മനോഭാവമായിരിക്കണം. മുഖ്യ കാര്യമാണ്. പക്ഷെ ഒപ്പം സമ്പർക്കത്തിൽ വരുമ്പോൾ ഓരോ ആത്മാവിനെയും പ്രതി നന്മയുടെയും സ്നേഹത്തിന്റെയും
സഹയോഗത്തിന്റെയും നിസ്വാർത്ഥത്തിന്റെയും നിർവികൽപ മനോഭാവമായിരിക്കണം. നിസ്വാർത്ഥ സങ്കല്പവും മനോഭാവവും ആയിരിക്കണം. മനസ്സിലായില്ല? ആരോടും നമ്മൾ ഇടപഴകിയാലും അവരിൽ നിന്നും സ്ഥൂലമായി ഒന്നും പ്രതീക്ഷിക്കല്ലേ. അവർക്ക് ഞാൻ നല്ല സങ്കല്പം കൊടുക്കണം, അവർക്ക് ഞാൻ നല്ല മനോഭാവം അവർക്ക് കൊടുക്കണം, അവർക്ക് ഞാൻ പോസിറ്റീവ് എനർജി കൊടുക്കണം, അവർക്ക് ഞാൻ ബാബയുടെ നിന്ന് കിട്ടിയത് ഞാൻ കൊടുക്കണം. അവരുടെ അടുത്ത് ഒന്നും പ്രതീക്ഷിക്കല്ലേ. ഇതാണ് എന്ത്? ശ്രേഷ്ഠ മനോഭാവം വിധിയിലൂടെ സിദ്ധി കിട്ടാനുള്ള ആധാരം. ചില പ്രാവശ്യം ഏതെങ്കിലും ആത്മാവിനെ പ്രതി വ്യർത്ഥ സങ്കല്പം അഥവാ വികല്പത്തിന്റെ മനോഭാവം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പ്രതി എങ്ങനെയാണോ വൃത്തി ദൃഷ്ടി അതേപോലെ ആയിരിക്കും ആ ആത്മാവിന്റെ കർത്തവ്യം കർമ്മത്തിൽ സ്പഷ്ടമായി കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതി എന്തെങ്കിലും വ്യർത്ഥഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മത്തിൽ കാണാൻ സാധിക്കും. കബി കബി ബച്ചോം കാ സുനത്തെ ബി ഹേ ഓ ദേഖ്തേ ബി ഹേ. ചിലപ്പോഴൊക്കെ ബാബ തന്റെ മക്കളുടെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നും ഉണ്ട്. മനോഭാവത്തിന്റെ കാരണം വർണ്ണിക്കുന്നും ഉണ്ട്. എത്ര തന്നെ നല്ല കാര്യം അവർ ചെയ്താലും പക്ഷേ മനോഭാവം വ്യർത്ഥമായത് കാരണം സദാ ആ ആത്മാവിനെ പ്രതി അതുപോലെ വാക്കുകളായിരിക്കും വരിക. ഇവരിങ്ങനെയാണ്, ഇവിടെ ഇത് ഇങ്ങനെയാണ് സംഭവിക്കുക, ഇല്ലെങ്കിലേ അവരിങ്ങനെയാണ്, ഏതോ ഏസാഹി ഹേ തോ ഹോത്താഹി ഹേ, ഇങ്ങനെ തന്നെയാണ് ഇവരെന്ന്. അപ്പോ വൃത്തി ഉൻകെ കാര്യരൂപി സൃഷ്ടി. അപ്പൊ ഇങ്ങനെയുള്ളൊരു മനോഭാവം വെക്കുമ്പോൾ അവരോട് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? സൃഷ്ടി. അതുപോലെ ആയിരിക്കും അനുഭവം ചെയ്യിപ്പിക്കുക. എങ്ങനെ? നിങ്ങൾ ജैसे आप लोग इस दुनिया में आंखों का नजर के चश्मे का दृष्टांत देते हैं. ലൗകികത്തിൽ ഒരു ഉദാഹരണം പറയാറുണ്ടല്ലോ. പച്ചക്കണ്ണട വെച്ചാ പച്ചയായിട്ട് കാണും, മഞ്ഞ വെച്ചാ മഞ്ഞയായിട്ട് കാണും പറയാറില്ലേ? ഏത് നിറമാണോ വെക്കുന്ന ആ നിറം കാണും. അതേപോലെ നിങ്ങളുടെ മനോഭാവം ആർക്ക് പ്രതി എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ദൃഷ്ടി. ദൃഷ്ടിയിലൂടെ സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തണം. മനോഭാവമാകുന്ന ബീജം സദാ ശ്രേഷ്ഠമാണെങ്കിൽ സിദ്ധി സഫലതാപൂർവം തന്നെയാണ്. ആദ്യം മനോഭാവത്തിന്റെ ഫൗണ്ടേഷൻ ചെക്ക് ചെയ്യൂ. ശ്രേഷ്ഠ വൃത്തി എന്നാണ് പറയുന്നത്. അഥവാ ഏതെങ്കിലും സംബന്ധ സമ്പർക്കത്തിൽ ശ്രേഷ്ഠ മനോഭാവത്തിന് പകരം മിക്സ് ആണ് എങ്കിൽ എത്ര തന്നെ നല്ല വിധി നിങ്ങൾ കൊണ്ടുവന്നാലും സിദ്ധി ഉണ്ടാകില്ല. കാരണം ബീജം മനോഭാവമാണ്, വൃക്ഷം വിധിയാണ്, ഫലം വൃക്ഷം രീതി. ബീജം മനോഭാവം, വൃക്ഷം രീതിയാണ്, ഫലം സിദ്ധിയാണ്. ബീജം ബലഹീനമാണെങ്കിൽ വൃക്ഷം എത്ര തന്നെ വിസ്താരത്തിലാണെങ്കിലും സിദ്ധി സ്വരൂപമായ ഫലം ലഭിക്കുകയില്ല. ഈ മനോഭാവം വിധിയിൽ ബാബ്ദാദ മക്കൾക്ക് വിശേഷമായ ആത്മീയ സംഭാഷണം നടത്തുകയാണ്. ഏതാ? മനോഭാവത്തെ കുറിച്ച് ബാബ വിശേഷമായി ആത്മീയ സംഭാഷണം നടത്തുന്നുണ്ട്. സ്വ ഉന്നതിക്ക് പ്രതി, സേവനത്തിന്റെ സഫലതയ്ക്ക് പ്രതി രമണീകമായ സ്ലോഗൻ ആത്മീയ സംഭാഷണത്തിൽ ബാബ പറയാറുണ്ടല്ലോ. ഓരോ കാര്യത്തിലും ആദ്യം താങ്കൾ. ഈ സ്ലോഗൻ ഓർമ്മയുണ്ടോ? ഒന്ന് ആദ്യം താങ്കൾ, രണ്ടാമത് ആദ്യം ഞാൻ. ഈ രണ്ട് സ്ലോഗനും ആദ്യം താങ്കൾ, ആദ്യം ഞാൻ, ഈ രണ്ട് സ്ലോഗനും ഇത് രണ്ടും ആവശ്യമാണ്. പക്ഷേ ബാബ്ദാദ ആത്മീയ സംഭാഷണം ചെയ്തുകൊണ്ട് പുഞ്ചിരിക്കുകയാണ്. എവിടെ ആദ്യം ഞാൻ വേണോ അവിടെ ആദ്യം താങ്കൾ എന്ന് പറയുന്നു. എവിടെ ആദ്യം താങ്കളാണോ അവിടെ ഞാൻ എന്ന് പറയുന്നു. മാറ്റി ഉപയോഗിക്കുകയാണ് ഇത്. സ്വപരിവർത്തനത്തിന്റെ കാര്യം പറയുമ്പം ആദ്യം താങ്കൾ എന്ന് പറയും. അവര് മാറട്ടെ, എന്നാ ഞാൻ മാറിക്കോളാം. അവരിങ്ങനെ ചെയ്യട്ടെ, അപ്പൊ ഞാൻ ചെയ്തോളാം. അപ്പോ ആദ്യം നിങ്ങളല്ലേ ആകണ്ട സ്വപരിവർത്തനത്തിന്. എന്തെങ്കിലും സേവനം അല്ലെങ്കിൽ എന്തെങ്കിലും പരിസ്ഥിതിയെ നേരിടാനുള്ള ചാൻസ് കിട്ടുകയാണല്ലോ. कोई सेवा का या कोई भी परिस्थिति को सामने करने का चांस बनता है तो कोशिश करते हैं.
എന്തെങ്കിലും സേവനം, എന്തെങ്കിലും സാഹചര്യത്തിനെ നേരിടണമെങ്കിൽ അവസരം കിട്ടുകയാണ്, ശ്രമിക്കുകയാണ് ആദ്യം ഞാൻ. എന്തെങ്കിലും അവസരം കിട്ടുമ്പോഴേ ആദ്യം ഞാൻ മുന്നേ നിൽക്കണം. എനിക്ക് വേണം ആദ്യം, പേലെ മേ, ആദ്യം ഞാനും ഇവിടെ ഉണ്ടല്ലോ, ഞാനും ഒരാളാണല്ലോ ഇവിടെ. എനിക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ അവകാശം കിട്ടണം. അപ്പൊ എവിടെ ആദ്യം താങ്കൾ എന്ന് പറയണോ അവിടെ ഞാൻ എന്ന് പറയുകയാണ്. സദാ സ്വമാനത്തിൽ സ്ഥിതി ചെയ്താൽ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കും. അർത്ഥം ആദ്യം താങ്കൾ എന്ന് പറയുക. വാഗൊണ്ട് പറയുന്നു ആദ്യം താങ്കൾ, പക്ഷെ കർമ്മത്തിൽ വരുമ്പോൾ അത് കാണുന്നില്ല. സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുക, സ്വമാനം കൊടുക്കുക. സ്വമാനം കൊടുക്കുക അഥവാ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുക, അതിന്റെ അടയാളം എന്താണ്? അതിൽ രണ്ട് കാര്യം നിങ്ങൾ പരിശോധിക്കണം. ഒന്ന് അഭിമാനത്തിന്റെ മനോഭാവം, ഇനിയൊന്ന് അപമാനത്തിന്റെ മനോഭാവം. സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് സ്വമാനം കൊടുക്കുന്നവരാകും. അവിടെ എന്താവില്ല, ഈ രണ്ട് മനോഭാവം വരില്ല. അഭിമാനവും വരില്ല, അപമാനവും വരില്ല. എപ്പോഴും ഇവരിങ്ങനെയാണ്, ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഇങ്ങനെ റോയൽ രൂപത്തിൽ ആ ആത്മാവിന്റെ അപമാനമാണ്. അവരിങ്ങനെയാണ്, അവരിങ്ങനെ ചെയ്യുള്ളൂ. അവരുടെ സ്വഭാവം ഇതാണ്, അവരുടെ സംസ്കാരം ഇതാണ്. ഇത് നിങ്ങൾ അവരെ അപമാനിക്കുകയാണ്. സ്വമാനത്തിൽ സ്ഥിതി ചെയ്ത് സ്വമാനം കൊടുക്കുക, ഇതാണ് ആദ്യം താങ്കൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി സ്വ ഉന്നതിയുടെ കാര്യം, അതിനും സദാ ആദ്യം ഞാൻ എന്ന സ്ലോഗൻ ഓർമ്മയുണ്ടാകണം. എങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? ആദ്യം ഞാൻ എന്ന് പറയുന്നത് നമ്പർ 1 ആകുകയാണ്. അവരാണ് അർജുനൻ. അർജുനൻ അർത്ഥം വിശേഷ ആത്മാ, അലൗകിക ആത്മാ, നിർമോഹി ആത്മാ, അലൗകിക രൂപത്തിൽ വിശേഷ ആത്മാ. ബ്രഹ്മ ബാബ സദാ ഞാൻ എന്ന സ്ലോഗൻ ഉപയോഗിച്ചു പരിവർത്തനത്തിന്, സ്വപരിവർത്തനത്തിന്. അതുകൊണ്ട് ബ്രഹ്മബാബ നമ്പർ 1 വന്നു. നമ്പർ 1 പറഞ്ഞല്ലോ, നമ്പർ 1 ഡിവിഷനും ഉണ്ട്. ഇനി നമ്പർ 1 ഒന്നായിരിക്കും, പക്ഷേ സ്ലോഗൻ എന്താ? तो स्लोगन है दोनों, जैसे नंबर 1 तो एक ही होगा ना, तो स्लोगन है दोनों जरूरी है. लेकिन सुनाया ना नंबर किस आधार पर बनते हैं? നമ്പർ കിട്ടുന്നതും നമ്പർ 1 ഡിവിഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്പർ 1 എടുക്കുന്നതും എന്തിന്റെ ആധാരത്തിലാണ്? സമയമനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള വിശേഷതകൾ കാര്യത്തിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ, സമയമനുസരിച്ച് നിങ്ങളുടെ വിശേഷതകൾ കാര്യത്തിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ പുറകോട്ട് പോകും. ബാബയുടെ സേവനത്തിന് വിശേഷതകളെ കാര്യത്തിൽ കൊണ്ടുവരണം. ആ സമയത്ത് ഒഴിവ് കഴിവ് പറയരുത്. സമയമനുസരിച്ച് കാര്യത്തിൽ ഉപയോഗിക്കുക. അവര് വിൻ ചെയ്യുന്നുണ്ട്, അർത്ഥം 1 വരുന്നുണ്ട്. ചെക്ക് ചെയ്യൂ. കാരണം ഈ വർഷം സ്വയത്തിന്റെ ചെക്കിങ്ങിന്റെ കാര്യമാണ് ബാബ കേൾപ്പിക്കുന്നത്. ഭിന്ന ഭിന്ന കാര്യങ്ങൾ കേൾപ്പിച്ചല്ലോ. ഇന്ന് ബാബ ഭിന്ന ഭിന്ന കാര്യം കേൾപ്പിച്ചില്ല. അലങ്കാരത്തെ കുറിച്ച് പറഞ്ഞു, ഹോളി ഹംസത്തിനെ കുറിച്ച് പറഞ്ഞു ബാബ. ഇന്ന് ഈ കാര്യം ചെക്ക് ചെയ്യണം. എന്താണ്? ആദ്യം താങ്കൾ എന്ന് പറയുന്നതിന് പകരം ആദ്യം ഞാനെന്ന് പറയുന്നുണ്ടോ? ആദ്യം ഞാനെന്ന് പറയുന്നിടത്ത് ആദ്യം താങ്കൾ എന്ന് പറയുന്നുണ്ടോ? ഇത് ചെക്ക് ചെയ്യണം. ഇതാണ് യഥാർത്ഥ വിധി. എവിടെ യഥാർത്ഥ വിധിയുണ്ടോ അവിടെ സിദ്ധി ഉണ്ട്. അങ്ങനെ ഈ മനോഭാവത്തിന്റെ വിധി ബാബ കേൾപ്പിച്ചു. 2 കാര്യം ചെക്ക് ചെയ്യണം. അഭിമാനത്തിന്റെ മനോഭാവം പാടില്ല, അപമാനത്തിന്റെ മനോഭാവം പാടില്ല. എവിടെ ഈ 2ന്റെ അപ്രാപ്തി ഉണ്ടോ അവിടെ സ്വമാനത്തിന്റെ പ്രാപ്തിയുണ്ട്. അത് നിങ്ങൾ പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, ചിന്തിച്ചാലും ശരി, ചിന്തിച്ചില്ലെങ്കിലും ശരി, വ്യക്തി പ്രകൃതി ഇത് രണ്ടും സ്വതവ നിങ്ങൾക്ക് സ്വമാനം തന്നുകൊണ്ടേയിരിക്കും. സങ്കല്പത്തിൽ പോലും സ്വമാനത്തിന്റെ പ്രാപ്തിയുടെ ഇച്ഛയിൽ നിന്നും, സങ്കല്പത്തിൽ പോലും സ്വമാനം വേണം എന്ന ഇച്ഛയുണ്ടെങ്കിൽ സ്വമാനം കിട്ടില്ല. നിർമാൺ വിനയരാകുക, ആദ്യം താങ്കൾ എന്ന് പറയുക. വിനയത എന്ന സ്ഥിതി സ്വതവേ സ്വമാനം തരും.
സ്വമാനത്തിന്റെ പരിസ്ഥിതിയിൽ ആദ്യം താങ്കൾ എന്ന് പറയുക, അർത്ഥം ബാപ് സമാൻ ആകുക. എങ്ങനെ ബ്രഹ്മ ബാബ സദാ സ്വമാനം തന്നു? ആദ്യം ജഗദംബയെ മുന്നിൽ വെച്ചു, സരസ്വതിയെ മുന്നിൽ വെച്ചു, പിന്നെയാണ് ബ്രഹ്മബാബ പുറകിലാകുന്നത്. ആദ്യം അമ്മയാണ് മുന്നിൽ വെച്ചത്. ബ്രഹ്മ അമ്മയായിട്ടും സ്വമാനത്തിൽ കൊടുത്ത് അർത്ഥം ജഗത് അംബ അമ്മയെ മുന്നിൽ വെച്ചു. ഓരോ കാര്യത്തിലും ബ്രഹ്മ ബാബ മക്കളെയാണ് മുന്നിൽ വെച്ചത്. പക്ഷെ പുരുഷാർത്ഥത്തിലോ, സേവനത്തിൽ മുന്നിൽ വെച്ചു, പക്ഷെ പുരുഷാർത്ഥത്തിലോ സദാ ഞാൻ ആദ്യം. എഞ്ചിന്റെ രൂപത്തിലാണ് ബാബ സ്വയത്തെ ചിന്തിച്ച്, ഞാനാണ് എഞ്ചിൻ. എഞ്ചിൻ ഓടിയാലല്ലേ ബാക്കി പെട്ടി ഓടുള്ളൂ അല്ലേ? എഞ്ചിൻ മുന്നിൽ നിൽക്കുമല്ലോ. സദാ സാകാര ജീവിതത്തിൽ കണ്ടു, ഞാൻ എന്ത് ചെയ്യുന്നു എന്നെ കണ്ട് മറ്റുള്ളവർ ചെയ്യും എന്ന സ്ലോഗൻ ബ്രഹ്മ ബാബ പക്കാവാക്കിയിട്ടുണ്ടായിരുന്നു. വിധിയിലൂടെ സ്വ ഉന്നതിയിൽ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ലൈനിൽ സദാ ആദ്യം ഞാൻ എന്നതാണ് ബ്രഹ്മ ബാബയിൽ കണ്ടത്. ഇന്ന് വിധിയിലൂടെ സിദ്ധിയുടെ രേഖകൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബാബ. മനസ്സിലായോ? അപ്പോ തോ ബദലി നഹി കർദേന. അതുകൊണ്ട് ആദ്യം ഞാൻ എന്നിടത്ത് ആദ്യം താങ്കളെ ഇടല്ലേ, ആദ്യം താങ്കൾ എന്നിടത്തിൽ ആദ്യം ഞാൻ എന്നത് ഇടല്ലേ. ഇങ്ങനെ നിങ്ങൾ ബദലിയാക്കുക, അങ്ങനെ മാറ്റിയെടുക്കുക. അർത്ഥം നിങ്ങളുടെ ഭാഗ്യം മാറിപ്പോകും. നിങ്ങൾക്ക് കിട്ടേണ്ട ഭാഗ്യം അവർക്ക് പോകും. മനസ്സിലായില്ലേ? അവരുടെ ദുർഭാഗ്യം പിന്നെ നമുക്കും വെച്ചും. സദാ ഹോളി ഹംസമായി നിർണയശക്തി, തിരിച്ചറിയാനുള്ള ശക്തി സമയത്തിൽ കൊണ്ടുവരുന്ന വിശാല ബുദ്ധിയുള്ളവരാകൂ. സദാ മനോഭാവമാകുന്ന ബീജത്തെ ശ്രേഷ്ഠമാക്കൂ. വിധി സിദ്ധി സദാ ശ്രേഷ്ഠ അനുഭവം ചെയ്തുകൊണ്ടേയിരിക്കൂ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബാബ, മക്കളോട് എനിക്ക് സ്നേഹമേ ഉള്ളൂ. സ്നേഹത്തിന്റെ അടയാളം എന്താണ്? സ്നേഹമുള്ളവരുടെ കുറവുകളെ കാണാൻ പറ്റില്ല. സദാ സ്വയത്തെ സ്നേഹി ആത്മാവിനെ തനിക്ക് സമാനമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ ബാബ തരികയാണ്, ചെക്കിങ് ചെയ്യുകയാണ്. ഇവിടെ സമ്പന്നമാകാനുള്ള ബാബയ്ക്ക് നിങ്ങളെ സമ്പന്നമാക്കണം എന്ന സ്നേഹമാണ് ഉള്ളത്. ശരി, ഇപ്പോൾ നാനാഭാഗത്തുള്ള പഴയ മക്കളെ മെജോറിറ്റി വന്നിട്ടുണ്ട്. പഴയതെന്ന് ആരെയാ പറയുക? അർത്ഥം അറിയാമല്ലോ. ബാബ്ദാദ പഴയതെന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും പക്കാവാകണം കേട്ടോ. അല്ലാതെ പേരിന് പഴയതായാൽ പോരാ, എല്ലാ കാര്യത്തിലും പക്കാവാകണം. പഴയത് അർത്ഥം പക്ക, അനുഭവവും പക്കയാണ് ആക്കുന്നത്. കച്ച ആരാണോ അല്പം പോലും മായയാകുന്ന പൂച്ച വന്നാ പേടിക്കും. എല്ലാരും പഴയ പക്ക അവരല്ലേ വന്നിരിക്കുന്നേ. ബാബ മിന്നത്തിന് ആദ്യം ഞാൻ എന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല. പക്ഷേ ഓരോ കാര്യത്തിലും നേട്ടം ഉണ്ട് ബാബയുടെ. ആദ്യം ഞാൻ, ഇതിന്റെ അർത്ഥം 1000 പേര് അവിടെ എത്തിപ്പറ്റണം എന്നല്ല. സാകാര സൃഷ്ടിയിൽ നിയമം ഉണ്ട്, അതിലൂടെ നേട്ടവും ഉണ്ട്. അവ്യക്ത വചനത്തിൽ നിയമത്തിന്റെ കാര്യമേ ഇല്ല. അവിടെ നിയമം ഉണ്ടാക്കുകയും വേണ്ട. അവ്യക്ത മിലനത്തിന് പരിശ്രമമാണ്, സാകാര മിലനം സഹജമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഓടി ഓടി മധുബനിൽ എത്തുന്നത്. പക്ഷേ സമയമനുസരിച്ച് എത്ര നിയമമനുസരിച്ച് നടക്കുന്നോ അത്രയും നേട്ടമാണ്. ബാബ്ദാദ ഇഷാര സൂചന തരികയാണ്. മനസ്സിലാക്കുമല്ലോ. ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നറിയില്ല. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടൊന്നുമല്ല സംഭവിക്കുക. സാകാര ബാബ അവ്യക്തമായി പറഞ്ഞിട്ടാണോ പോയത്? പെട്ടെന്നാണ് സംഭവിക്കുക. അലൗകികമാണ് ഇഷ്ടം. അതുകൊണ്ട് ബാബ്ദാദ പറയുന്നു, സദാ എവർ റെഡി ആയിട്ടിരിക്കും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നല്ലതിലും നല്ലതേ സംഭവിക്കുള്ളൂ. മനസ്സിലായോ? ശരി. സർവ ഹോളി ഹംസങ്ങൾക്ക്, വിശാല ബുദ്ധിയുള്ള എല്ലാവർക്കും, ശ്രേഷ്ഠവും സ്വച്ഛവുമായ ബുദ്ധി ധാരണ ചെയ്യുന്ന ബുദ്ധിവാനായ മക്കൾക്ക്, സർവശക്തികളും സർവവിശേഷതകളും
സമയമനുസരിച്ച് കാര്യത്തിൽ കൊണ്ടുവരുന്ന ജ്ഞാനി ആത്മാക്കൾക്ക്, യോഗി ആത്മാക്കളായ മക്കൾക്ക് സദാ ബാപ് സമാൻ സമ്പന്നമാകണം എന്ന ഉന്മേഷം ഉത്സാഹത്തിലിരിക്കുന്ന സമ്പന്ന മക്കൾക്ക് ബാപ് ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരവും. വരദാനം: യജമാനൻ എന്ന സ്മൃതിയിലൂടെ ഹയസ്റ്റ് അതോറിറ്റിയുടെ അനുഭവം ചെയ്യുന്ന കമ്പൈൻഡ് സ്വരൂപധാരി ഭവ. ആദ്യം തന്റെ ശരീരം, ആത്മാവ് ഇത് രണ്ടും കമ്പൈൻഡ് രൂപമാണ് എന്നത് സ്മൃതിയിൽ വയ്ക്കും. ശരീരം രചനയാണ്, ആത്മാവ് രചയിതാവാണ്. അപ്പോ ഞാൻ ആത്മാവ് യജമാനനാണ് എന്ന സ്മൃതി സ്വതവേ ഉണ്ടാകും. യജമാനൻ എന്ന സ്മൃതിയിലൂടെ സ്വയത്തെ ഹയസ്റ്റ് അതോറിറ്റി എന്ന അനുഭവം ചെയ്യും. ശരീരത്തെ നടത്തിക്കുന്നതും ആത്മാവാണല്ലോ. പിന്നെ ബാബ, മക്കൾ, ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ ആത്മാവിനെ വിഘ്നങ്ങളെ അതോറിറ്റിയോടുകൂടി തരണം ചെയ്യാൻ സാധിക്കും. ഞാൻ ശിവശക്തിയാണെന്ന് വിചാരിക്കുമ്പോൾ വിഘ്നങ്ങളെയൊക്കെ സഹജമായിട്ട് തരണം ചെയ്യാൻ സാധിക്കും. സ്ലോഗനാണ്: വിസ്താരത്തെ സെക്കൻഡിൽ ഒതുക്കൂ, ജ്ഞാനത്തിന്റെ സാരത്തിന്റെ അനുഭവം ചെയ്യൂ, ചെയ്യിപ്പിക്കൂ. സ്വമാനം: ഞാൻ ആത്മാവ് കമ്പൈൻഡ് രൂപധാരിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും സ്വമാനം എഴുതി സിസ്റ്ററിന് അയക്കുന്നുണ്ടെന്ന്. അല്ലാത്തവര് അയക്കാത്തവര് എഴുതി അയക്കണം. സ്വമാനം 21 പ്രാവശ്യം എഴുതി വാട്സപ്പിൽ അയക്കുക. ഓം ശാന്തി.